നമ്മളൊരു ഓട്ട മത്സരം ചലഞ്ച് വയ്ക്കാൻ പോവാണ്. പക്ഷേ അതിന് ആദ്യം ഞാൻ കുറച്ച് സ്ഥലമൊക്കെ പോയി മുന്നേ നോക്കിയിട്ടില്ലായിരുന്നു. പെട്ടെന്നൊരു ഐഡിയ കിട്ടിയാണ്. അപ്പോൾ ചെയ്യാമെന്ന് സബ്സ്ക്രൈബേഴ്സും പറഞ്ഞ് ആ സ്ഥലം ഒന്ന് എനിക്ക് പോയി തീരുമാനിക്കണം. ഞാൻ ഡെസർട്ടാണ് നോക്കണത്. ഡെസർട്ട് സെറ്റ് അല്ലെങ്കിൽ നമുക്ക് ഹൈവേ പോകാം. പക്ഷേ ഹൈവേ ആണെങ്കിൽ ടൈം എടുക്കും, എന്നിട്ട് നല്ല സമയം എടുക്കും. അത് പിന്നെ നിങ്ങൾ ലൊട്ട പറയാൻ നിൽക്കില്ല. അത് തന്നെ ഹൈവേ ആണെങ്കിൽ സമയം എടുക്കും. അത് ഇത്തിരി ഇതാണ്. അങ്ങാട്ട് വഴിയുണ്ടോ? അവിടെ ഒരു സാധനം. ഹൈവേനെ നല്ല സമയം കൂടെ വണ്ടി എടുത്ത് പോകാൻ തന്നെ 10 കിലോമീറ്റർ ഉണ്ടില്ലടാ ഹൈവേയിൽ. എൻ്റെ മുന്നേ ഹൈവേ 10 കിലോമീറ്റർ ആണോ? എങ്ങനെ പോകും നമ്മൾ ഹൈവേയിൽ? എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഹൈവേ ഭയങ്കര ദൂരമല്ലേ? എങ്ങനെ അത്ര ദൂരം നിങ്ങൾ ഓടും? അല്ല, ഓടണവർക്ക് ഓടാൻ കുഴപ്പമില്ല. ഹൈവേ വേണോ ഗൈസ്? ഹൈവേ വേണോ? ഹൈവേ ഇനി പോകണമെങ്കിൽ ഞാൻ സിറ്റി ഇറങ്ങണോ? അല്ല, സിറ്റി ലാഗാണ്. ഓക്കെ, എങ്കിൽ ഹൈവേ. ഓക്കെ ഗൈസ്, ഹൈവേ വാ. അവിടെ നീയൊക്കെ ഓടി ഊപ്പാട് വരും കേട്ടോ. സീരിയസ്ലി നല്ല ദൂരമാണ് കണ്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നിങ്ങൾക്ക് അറിയാലോ കണ്ട. ഇത്രയും ദൂരം ഓടൂ നീയൊക്കെ. എൻ്റെ പൊന്നോ, ഇത്രയും ദൂരം 10 കിലോമീറ്റർ, അത്ര അരമണിക്കൂറെങ്കിലും എടുക്കും ചാറ്റ്. സീരിയസ്ലി വേണ്ടെന്നാ ബ്രോ. ആക്ഷൻ ഇട്ട് ഓടിയാൽ കിക്ക്. അതൊക്കെ കിക്ക്. എടാ, ഓടാനാണ് പറയണത്. ഇമോട്ടിട്ട് ഓടണവരുടെയും നമ്മൾ ഇതാക്കൂല, മനസ്സിലായില്ലേ? വേണ്ട, നോ എന്നാ ബ്രോ. ബസ് തരുമോ എന്നാ? നിനക്ക് ഒരു ലൊട്ടയും തരൂല. സീരിയസ്ലി എടാ, ഇവരുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത്. ഗായ്സ്, ഹൈവേയിൽ വേണോ? വേണ്ട, ഇവിടെ തന്നെ പറയണ ഗായ്സ്. ഹൈവേ വേണോ? ഡെസേർട്ട് വേണോ? ഓട്ട മത്സരം പറ. എടാ, നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇതും കൂടെ ആലോചിച്ച് നമുക്ക് സെറ്റ് ആക്കണോടെ, മനസ്സിലായില്ലേ? ഹൈവേ വേണ്ടെന്നാ. ഹൈവേ സമയം എടുക്കണം, നല്ല സമയം എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളാണല്ലേ ഇപ്പോൾ ആരൊരാൾ പറഞ്ഞില്ലേ ഹൈവേ എന്ന്. ഡെസർട്ട് മതി ബ്രോൻ്റെ ഇഷ്ടമാണ്. ഡെസർട്ട് മതി ലൊട്ട ആയിരിക്കും. ആ സമയം എടുക്കും. ഇതാണ് കുറ്റം പറയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. എടാ, എല്ലാവരും പാലത്തിൻ്റെ വെളിയിൽ കാറിട്ടാണ്. പാലത്തിൻ്റെ വെളിയിലോട്ട് കാർ കൊണ്ടുപോയാണ്. കാറിട്. പാലത്തിൻ്റെ വെളിയിലോട്ട് കാറിട്ടാണ്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ ആയിട്ട് ഓട്ട മത്സരം വെച്ചാലാ? കയ്യിൽ കൊണ്ട് പാസും അടിയും ഒക്കെ അടിക്കുമ്പോൾ കിട്ടും പാസ്. അത് ചാറ്റി പറയണം. ഓക്കെ. നമ്മൾ പാലത്തിൻ്റെ ഇവിടെ ഓട്ട മത്സരം വയ്ക്കാം. സിറ്റെന്നാ? അവിടെ സിറ്റും ഇതൊന്നുമില്ല. നമ്മൾ ഓട്ട മത്സരം, റണ്ണിങ് മത്സരമാണ് മുത്തേ സിക്കി. റണ്ണിങ് മത്സരം ബ്രോ. റണ്ണിങ് മത്സരം ബ്രദർ. ഹെഡ്ഫോക്സ്, ഞാൻ ഓട്ട മത്സരം ചെയ്യാൻ ജയിക്കുന്നവർക്ക് ന്യൂ ബെൻസ് സ്പോൺസർ ചെയ്യാമെന്ന് എല്ലാവരോടും പറ. ഓടാ സെറ്റ്. മുത്തേ അർജുൻ പറഞ്ഞേക്കണ ഓട്ട മത്സരം ജയിക്കുന്ന ആർക്ക് ഒരു എന്തിനാണ് സ്പോൺസർ ചെയ്യാന്നാണ് പറഞ്ഞേക്കണം. ഒരു കാറ് ബെൻസ്. ഓക്കെ. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങണം. ഇത് വര പോലെ ഉണ്ടല്ലേ? ഇതാണ്ടാ നിൽക്കുന്നൊക്കെ. ഇതൊരു വര പോലെ ഇല്ലേ ഗൈസ്? ഓട്ട മത്സരത്തിൻ്റെ ഒരു വര പോലെ ഇല്ലേ ഗൈസ്? ഓക്കെ. ഇത് ജയിക്കുന്നിടവേ. എനിക്ക് എവിടെ നിന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പാലത്തിൻ്റെ അങ്ങനെ തുടങ്ങി ഇവിടെ ആദ്യം ഓടിക്കയറുന്ന ആൾക്ക് ജയിക്കുന്നതായിട്ട് സെറ്റാക്കാം. ഓക്കെ. വാ. എടാ, എല്ലാവരും വാ. കാർ നിർത്തിക്കോണേ. വാ. സ്പോട്ട് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. കണ്ടെത്തി കാർ കൊണ്ടുപോയിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. കണ്ടേ, ഇവിടെ നിന്ന് തുടങ്ങണം, മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഈ വരയിൽ ഇവിടെ നിന്ന് തുടങ്ങണം. എന്നിട്ട് ആ വരയിൽ അവിടെ എത്തണം. ഓടി എത്തണം ആക്ക്. ആദ്യം ഓടിത്തണം ആക്ക് എന്തിനാണ് 5 lakh റുപ്യ ഞാൻ കൊടുക്കും. പിന്നെ അർജുൻ ഒരു സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മത്സരാർത്ഥികളെല്ലാം എടാ കാറെല്ലാം ഇങ്ങോട്ട് ഒതുക്ക്. കാറെല്ലാം റോട്ടിൽ നിന്ന് മാറ്റി ഒതുക്ക്. റോട്ടിൽ നിന്ന് മാറ്റി ഒതുക്ക്.
ഓക്കെ 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 ഓക്കെ. എടാ മത്സരാർത്ഥികളെല്ലാം നിൽക്കുക, മത്സരാർത്ഥികളെല്ലാം ഇവിടെ നിൽക്കുക കേട്ടോ, മത്സരാർത്ഥികളെല്ലാം ഇവിടെ നിൽക്കണേ. ഓക്കെ, എനിക്ക് 2-3 കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. ഈ ഡ്രോണിന് പോണതിൻ്റെ ദൂരം കൊണ്ട് എനിക്ക് അറിയണം. ഡ്രോൺ എത്രത്തോളം മുന്നോട്ട് പോകുന്നത് ഞാൻ നോക്കിയോട്ടെ. അവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ കാര്യം എനിക്ക് നോക്കണം. കാരണം എത്ര ദൂരം ഡ്രോൺ പോകും. അപ്പം ഞാനും കുറച്ച് കാറെടുത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം അല്ലേ. ഓക്കെ 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 ഓക്കെ, അത് ഞാൻ സെറ്റാക്കാം. വാമപ്പാക്കാം. ഓക്കെ ഓക്കെ. എടാ ആര് കാറെടുത്തിൻ്റെ പിന്നാലെ വരല്ലേ, ഞാൻ അവിടെ ഞങ്ങൾ പോയി നിൽക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. എടാ കാറും ലൊട്ടയൊക്കെ മറ്റേ ആരവൻ്റെ പേരിപ്പം നോക്കും. ഇതാറാ കളിക്കണം നീ എന്ത്. സിക്കി ബ്രോ മാറ് സിക്കി ബ്രോ. റണ്ണിങ് ചലഞ്ച് റണ്ണിങ്. അടി ഇവനാണ് ഏതാ ബംഗ്ലാദേശിയാണല്ലേ, ഇംഗ്ലീഷ് പറഞ്ഞ് മനസ്സിലാക്കണമല്ലേ. ഓക്കെ ഓക്കെ, ആരും കൂടെ വരല്ലേ, പറഞ്ഞിട്ടുണ്ടേ. ഇനി അവിടെ കാറ് ലൊട്ടെ കൊണ്ടുവരണേ എടുത്ത് വെളിയെറിയും കേട്ടല്ല. ചാറ്റ് സീരിയസ്ലി എന്നെ അടുത്ത് ഇങ്ങനെ എന്ത് കിക്കാക്കിയെന്ന് പറയല്ലേ. ചാലഞ്ചിൻ്റെ ഇടയ്ക്ക് ലൊട്ട അടിക്കില്ല. എനിക്ക് ഓൾറെഡി ഡ്രോൺ എത്ര ദൂരം പോകും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതിനിടെ നിങ്ങളായിട്ട് ലൊട്ട കാണിച്ചെടുത്ത് കളയേ പറഞ്ഞിട്ടുണ്ടേ മുന്നേ. ഓക്കെ ഓക്കെ, ഇവിടെ നിർത്താം. കാർ ഇവിടെ. ഓക്കെ, ഇനി അങ്ങ് പോയി നിൽക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഡ്രോണെ എത്തി അങ്ങോട്ട് പോടാ, സ്പീഡിൽ പോടാ ഡ്രോണെ. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ട സിക്കി പ്രോയ്ക്ക് പറഞ്ഞ കാര്യം മനസ്സിലായി. ഗെയിമിൽ ഏറ്റവും ലാസ്റ്റുള്ള റേഞ്ച് റോവർ ഞാൻ തരാം. എടാ അത് നോക്കാം നിൽക്കി നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ എല്ലാവരും കൂടെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. നിൽക്കി വെയിറ്റ് കിടത്തുമോ. ഞാൻ ഒരു സൈഡിൽ കൂടെ കാറ് കൊണ്ട് കുറച്ചങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് വെച്ചാൽ ഡ്രോൺ കുറച്ച് ദൂരം മാത്രമേ മുന്നോട്ട് പോകൂ. അപ്പം അതുകൊണ്ട് എനിക്ക് കുറച്ച് ദൂരം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരുന്നേ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണേ. പിന്നെ പാതി കയറി ഒന്ന് ഓടി ജയിക്കുകയാണെന്ന് നിൽക്കല്ലേ കേട്ടോ. അതൊന്ന് നമ്മളിവിടെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഡ്രോണിൽ ഫുള്ള് നോക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞോണേ, പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ ഓക്കെ. അല്ല ലൊട്ടയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് വെച്ച് ഡ്രോൺ നോക്കണം കേട്ടോ. അതാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങണില്ല. ഓക്കെ ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് പോകാം അല്ലേ. ഓക്കെ ഓക്കെ, എവരി വൺ ബാക്ക് എന്നാൽ അത് തന്നെ. ഓക്കെ ഓക്കെ, 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടെ കാറും പറയൊക്കെ എടുത്തുകൊണ്ട് മാറ്റം കുത്തേ. സീരിയസ്ലി എല്ലൊട്ട കാണിക്കല്ലേ. ഓക്കെ 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 ഓക്കെ. ചലഞ്ച് സ്റ്റാർട്ടിങ്ങേ. എടാ എന്തര് കാണിക്കണം, ഓടാൻ പറഞ്ഞില്ല. ഇതൊക്കെ എന്തര്. റെഡിയാകുമ്പോൾ സമയം എന്താടാ. നമ്മളെന്തിരി 10 ക്യാമറയൊക്കെ വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ഉണക്ക ഡ്രോൺ വെച്ചാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം ഓലാസിന്. അപ്പോൾ ഇത്തിരി നിങ്ങളിത് പിടക്കി. പഴയ സ്പോട്ട് പോയി നിൽക്കും. ഈ കാറും പറിച്ചുകൊണ്ട് വരണവനെ എടുത്ത് കളയും കേട്ടല്ലേ. ഓക്കെ ഓക്കെ, എല്ലാവരും പോകട്ടോ. എല്ലാവരും പഴയ സ്പോട്ട് പോയി നിൽക്കേ. എല്ലാവരും ലൈൻ ആയി അവിടെ നിൽക്കുക. ഓക്കെ ഓക്കെ, ലൈനപ്പോൾ അതിന് ലൈൻ. ഇപ്പോൾ ഇവിടെ ഒന്നും ഒരുത്തനും ഇല്ലല്ലോ ഓടാൻ വേണ്ടി. ഇവിടെ ഒന്നും ഒരുത്തനും ഇല്ലല്ലോ. ഗൈസ്, ഒരുത്തനും ഇല്ല. ഇവിടെയൊന്നും ഇല്ല. ഒരുത്തനെയും കാണാനില്ലല്ലോ. ഒരുത്തനെയും കാണില്ല ഗൈസ്. ഒരുത്തനും ഇവിടെ ഇല്ലല്ലോ. ഇല്ല.
ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഈ ഓടണ ആരടാ നീ എല്ലാം കൂടെ? എടാ ഇവനൊക്കെ എന്ത് വിവരം ഇല്ലേടാ. എടാ ഓടാൻ പറഞ്ഞ ആരെങ്കിലും എടുത്ത് നിങ്ങൾ എന്താടാ ലൊട്ട കാണിക്കണം ഇല്ലാണോ? എടാ ഓടാൻ പറയുന്നില്ല. പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. എൽ പരിപാടി ചേട്ടാ. എൽ ഗൈസ്. എടാ അർജുൻ നിൽപ്പുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. എടാ നിങ്ങളിൽ ഒരാളെ അങ്ങ് ദൂരെ പോയി. അല്ല അത് വേണ്ട, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമുക്ക് ലൈവ് കണ്ടാലേ ഇതാവും. ഓക്കെ 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 ഓക്കെ. പത്ത് 8 1 7 6 5 4 5ൻ്റെ ലോട്ട 4 3 2 1. ഓടിക്കോടാ പയ്യന്മാരെ, ഓടിക്കോ. സുയി നോക്കട്ടെ നോക്കട്ടെ. എന്തിനു ഓടണ? ഓടും എന്നല്ല, ഓടും എന്നെ. എടാ നിരങ്ങി പോണമാരെ നോക്കണം കേട്ടോ. അവന്മാരെ കൂട്ടണ്ടേ കേട്ടാ. ഞാൻ അങ്ങ് പോയി നിൽക്കാം, അങ്ങ് പോയിക്കാം. അത് തന്നെ അവന്മാർ ഓടി വരട്ട്. എടാ നിരങ്ങി വരണവന്മാർ ഇമോട്ടിട്ട് നിരങ്ങി പറഞ്ഞ ലൊട്ടകളുണ്ടല്ലോ, അവന്മാരെ നോക്കണ്ട കേട്ടോ ഗൈസ്. അവന്മാരെ നിങ്ങളും കൂടെ പറയണേ, നിങ്ങളും കൂടെ ശ്രദ്ധിച്ചിരിക്കണേ ഗൈസ്. എനിക്ക് ഒരാൾക്ക് തന്നെ 10 20 പേരെ നോക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഇവിടെ വന്നിട്ട് ഡ്രോൺ സെറ്റായിട്ട് നിൽക്കാൻ പോവാണ്. ഇറങ്ങ്. അവന്മാർ വരുവാണ്. പെട്ടെന്ന്. എടാ ഈ ലൈൻ കഴിഞ്ഞ് ആദ്യം പോകണനാണ് ജയിക്കണം കേട്ടോ എനിക്ക്. എടാ തെണ്ടി ഗ്രാഫിക്സ് ഞാനിടെ ഉണ്ടാക്കാനായിട്ട് കുറഞ്ഞു പോട്ടെ ചേറ്റേ. ഒലാസിൻ്റെ ലൊട്ടെ. ഓക്കെ അവന്മാർ വരണില്ലേ? എടാ ഇവനൊക്കെ എന്തിനു കാണിക്കണം? വരാൻ പറ. ഓടി വാ, ജയിക്കേണ്ടത് നിനക്കൊന്ന്. ഓടി വാ. എടാ ഇവൻ ചാടി വരണേ, ഇവനെ കൂട്ടണ്ടേ. എടാ ഓടാനാണ് പറഞ്ഞത്, ചാടി വരാൻ ഒരുത്തിനടുത്തും പറഞ്ഞിട്ടില്ലേ കേട്ടാ. കണ്ട ഇവനെ ആദ്യം എടുത്ത് കള കേട്ടോ, അവനെ കൂട്ടണ്ട. എന്തായാലും വണ്ടീനേക്കാൾ സ്പീഡിലൊന്നും ആരും മുന്നേ ഇവിടെ നിൽക്കൂലല്ലോ. ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഓടി വരണമാരെ നോക്കിയാൽ മതി. അവനങ്ങ് വിടുക കേട്ടോ. അവൻ പോയി അവൻ ഔട്ടായി. ഓക്കെ നമുക്ക് ജെനുവിൻ പിള്ളേരെ നോക്കിയാൽ. എടാ ചാറ്റിലോട്ടെ ഇപ്പോൾ എനിക്ക് നോക്കാൻ പോലും സമയമില്ല. നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഗൈസ്. റെഡ് ബോസ് പ്ലീസ് കമ്മ. എടാ പോടാ, ഇവിടെ കാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് കമ്മ. എന്തിലോട്ട എടാ ഉമ്മ 2 പേര് മാരക ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 പേര് ഗൈസ്, 2 പേര് മുന്നേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓ 2 കട്ടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറെ ആരും ഇവിടെ കാണാനില്ല. ഒരാളെ ഓ ചാറ്റ് കട്ടയ്ക്ക് പച്ച ഉടുപ്പുകാരനും ഇവനും പച്ചയും ഇല്ലവനും. എടാ ഗൈസ് ലിവനല്ലേടാ ജയിച്ചത്, ഇവനല്ലേ ജയിച്ച ഗൈസ്. വേണ്ട ഗൈസ്, നിങ്ങൾ പറഞ്ഞാണ് ആരാ വിനർ? നിങ്ങളെന്ന് പറഞ്ഞാണ് ഞാൻ ചാറ്റ് കേട്ട്. ബ്രോ ലൈവ് നോക്ക്. എടാ ഞാൻ കണ്ട്, ഞാൻ സൂം ചെയ്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഒരാളെ കണ്ട്. ഈ 2 പേരിലുണ്ടല്ലോ. നിങ്ങൾ എടാ ആര് ജയിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങൾ എവരടുത്ത് ചോദിച്ചോട്ടെ. ഇവരടുത്ത് ചോദിച്ചോട്ടെ. എടാ പോവല്ലേ, ഒരുത്തനെ പോവല്ലേ. അയാമെന്നാ. എടാ സിക്കി ആയിരുന്നല്ലോ എത്ര ഓടിയ. സിക്കിയും സാത്താനും ഉണ്ട്. സിക്കിയും സാത്താനുമായിരുന്ന കൈസ് അത്. ഓക്കെ സിക്കി സാത്താനുമായിരുന്നു. ഓക്കെ വൈറ്റ് ഷർട്ട് ക്യാപ്പ് ഇട്ടവൻ വൈറ്റ് ഷർട്ട്. ഓക്കെ
ഗൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പോയിട്ട് നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റാൻ പാടില്ലല്ല, നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവ് ഒന്ന് പോയി നോക്കുവാണ് ഗൈസ്. നിങ്ങളവിടെ വെയിറ്റ് ആക്കുക തന്നെ, നിങ്ങൾ നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല, നമ്മൾ റിസൾട്ട് തെറ്റ് പറ്റാൻ പാടില്ല. അതുകൊണ്ട് പോയിട്ട് ഞാൻ ഒന്ന് ലൈവ് കൂടെ ചെക്ക് ചെയ്യണേ. ഓ എന്തൊരു വലിയ ഓന്മാർ വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേരെ ഞാൻ കാല് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ രണ്ടുപേരും ഓടി വരണം. ആദ്യം ആ വര ചവിട്ടിങ്ങി വെളിയിൽ വരണം, മനസ്സിലായില്ലേ? ഓക്കെ, ആരാണ്? മുത്തേ വെള്ള ഉടുപ്പിട്ടവനാണ് ജയിച്ച. മുത്തേ സാത്താനാണ് ജയിച്ചതേ, സാത്താനാണ് ജയിച്ചത് കേട്ടോ, സാത്താനാണ് ജയിച്ചത്. ഇപ്പോൾ വീഡിയോ പോയി നോക്കി, നിങ്ങൾ ഡൗട്ട് ഉണ്ടേ പോയി നോക്കി. നമ്മളൊരാൾ മനഃപൂർവ്വം ജയിപ്പിക്കാൻ വേണ്ടി താക്കണില്ല. മുത്തേ നീയാണ് ജയിച്ചത്, നീയാണ് ജയിച്ചത്. സാത്താൻ ബ്രോ, ഫസ്റ്റ് ചലഞ്ചിലെ വിന്നർ സാത്താൻ ബ്രോ. വിന്നർ മുത്തേ, വിന്നർ 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 ചിക്കൻ ഡിന്നർ ബ്രോ. എടാ സിക്കി ജസ്റ്റ് ഒരംശം, മനസ്സിലായില്ലേ? ഒരംശത്തിൻ്റെ വ്യത്യാസത്തിലാണ് പോയത്. സിക്കി ബ്രദർ യു സെക്കൻഡ് ബ്രോ, സെക്കൻഡ് ജസ്റ്റ് ഒരു ഒറ്റ ചവിട്ടിൻ്റെ ഒരൊറ്റ കാല വ്യത്യാസത്തിലാണ് ജയിച്ച. ഏടാ മുത്തി അത് വമ്പനായിരുന്നു കേട്ടോ. റിയൽ ഓട്ടോ ഇപ്പോൾ കേട്ടോ, അത് റിയൽ ഓട്ടോ ഇപ്പോൾ. നമ്മളെ കൊണ്ട് പറ്റണ പരിമിതിയിൽ നമ്മൾ ഡ്രോണിൽ ഒട്ടൊക്കെ വെച്ചാണ് ചെയ്തത്. പക്ഷേ ഡബിൾ വരുന്നു കേട്ടോ. ഏടാ സാത്താൻ ബ്രോ, എടാ നമ്മൾ നോക്കിയതിൽ വെച്ചതേ, നമ്മൾ നോക്കി വെച്ചവൻ ഇറങ്ങി ഇമോട്ടിട്ടൊന്നും വന്നില്ല, മനസ്സിലായില്ലേ? അത് വെച്ച് നമ്മൾ നോക്കിയപ്പം സെറ്റായിരുന്നു. ബഗ് അടുപ്പിച്ചാണ് എല്ലാവരും ഫ്രണ്ടിൽ കയറി ചെയ്യുന്ന, എല്ലാവരും ചാടിയാണ് വന്നത്. എടാ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ നോക്കിയാണ് മുത്തേ, ചാടി വന്നവർ കാണും, മനസ്സിലായില്ല? പക്ഷെ നമ്മൾ ഒരു പരിധി വരെ നോക്കിയപ്പം എന്തരാണ്, നമ്മൾ ഈ ഉണക്ക ഒലാസിൻ്റെ ഡ്രോൺ മാത്രമല്ലേ നമുക്ക് നോക്കാവുള്ളൂ. പക്ഷേ അത് വെച്ച് നോക്കിയതിൽ വെച്ച് നോക്കുവാണെങ്കിൽ അവസാനം ഓടി വന്ന് കയറിയതിൽ 2 പേര് ഇവരായിരുന്നു. അപ്പോൾ അതിലൊരാൾ ഫസ്റ്റ് ഇയർ ആളാണ് നമ്മൾ ജയിച്ചായിട്ട് കൂട്ടണം, മനസ്സിലായില്ലേ? നമ്മൾ അത്രയും പ്രൊഫഷണലായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പരിമിതികളുണ്ടല്ലോ, നമ്മൾ PC ഗെയിമൊന്നും അല്ലല്ലോ ഇത്ര പ്രൊഫഷണലായിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിമിതികളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. അടുത്ത റേസിംഗ് എന്നാ എടാ ഗിഫ്റ്റ് കൊടുക്കട്ടെ, സാത്താൻ ഗിഫ്റ്റ് കൊടുക്കട്ടെ ചെറുക്കന്. സാത്താൻ എവിടെ? സാത്താൻ അടിക്കാൻ മിന്നൽ മുരളി പറഞ്ഞത്. സാത്താൻ എടാ സാത്താൻ അടിക്കാൻ മിന്നൽ മുരളി പറഞ്ഞ എന്തിനാണ്? സാത്താൻ എവിടെ? ഇതല്ലേ സാത്താൻ, സെൻറ്റ് മണി. കൺഗ്രാറ്റ്സ് ബ്രദർ. റെഡ് ഫോക്സ് ഇങ്ങി വരാം. എടാ സിക്കിയോടെ കാറിൻ്റെ മുന്നിൽ നിർത്ത് സാത്താനെന്നാ. ക്യാഷ് തന്നു. എടാ ഞാൻ എൻ്റെ ഒരു 5 ലക്ഷം കൊടുത്തിട്ടുണ്ട്, കൊടുക്കല്ലെന്നാ. സാത്താൻ ചാടിയാണ് പോയെന്നാ. ആദ്യം സ്റ്റാർട്ട് ആക്കാൻ പോയപ്പോൾ ഉള്ള ക്ലിപ്പ് നോക്കെന്നാ. എടാ അത് നമ്മളൊരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മളെ ഇപ്പോൾ തുടക്കത്തിൽ അവിടെ നിന്ന് ചാടി വന്നെന്ന് വെച്ച് നമുക്ക് അത് അങ്ങനെ നോക്കണേമാർ എല്ലാവരും ഓടിയല്ല വന്നത്, മനസ്സിലാണ്? പക്ഷേ ഇതിപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റൂടാ? നമ്മൾ അത് പ്രൊഫഷണലായിട്ട് ചെയ്യണവരാണെങ്കിൽ 10 ക്യാമറ 10 സൈഡിലൊക്കെ വെച്ച് ഓരോ മൊമെൻറ്റും, മനസ്സിലായില്ലേ? -/സെക്കൻഡ് മൊമെൻറ്റ് പോലും അവർ നോക്കും. ഞാൻ അവസാനം നോക്കിയപ്പോഴാണ് അവസാനം ഓടി വന്ന് കയറിയാൽ 2 പേര്, ഒന്ന് സാത്താനും പിന്നെ ഒന്ന് സിക്കിയായിരുന്നു, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഞാൻ നോക്കിയത്. തുടക്കത്തിൽ ചിലപ്പോൾ അവരൊക്കെ ഓടി വന്ന് കാണും കേട്ടാ. അവസാനം ഓടിയാണ് കയറിയത്, അതാണ് ഞാൻ നോക്കണം, മനസ്സിലായില്ലേ? അവസാനം ഓടിയാണ് കയറിയത്, അതാണ് ഞാൻ. തുടക്കം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും, മനസ്സിലായില്ലേ? തുടക്കം ചെയ്യുമ്പോൾ കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ കാണും. നമുക്കത് വരണ പോലെ നമുക്ക് പരിഹരിക്കും. ഇപ്പോൾ ഫസ്റ്റ് പുഷപ്പ് ചലഞ്ച് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ചാറ്റ് നിങ്ങളെത്തി ക്ഷമിക്കുക, നമ്മളെ രീതി ചെയ്യുമല്ലേ, അതൊക്കെ കൊണ്ടാണ് കേട്ടാ. പെർഫെക്റ്റോ ആക്കാൻ പറ്റിക്കാണോ, എന്നാലും നമ്മൾ മറ്റണോ നമ്മൾ അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തില്ലേ? എല്ലൊന്നുമല്ല, പൂർണ്ണമായിട്ട് എല്ലൊന്നും പറയല്ലേ, അതെന്ത് മുത്തേ? കുഴപ്പമില്ല, ഗെയിമല്ലേ എന്നാ. എടാ അതാണ് ഞാനും പറഞ്ഞത്, എനിക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാനാണ് ആഗ്രഹം. പക്ഷേ മെയിൻ പ്രശ്നം വെച്ചാൽ ഈ ഒരൊറ്റ ഡ്രോണിന് മൂവ് കണ്ട, ഇത് അത്രേ പോകും, കുറച്ച് ദൂരം മാത്രമേ ഇത് പോകും കണ്ട, അതിൻ്റെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. നമുക്ക് തുടക്കം തൊട്ട് നോക്കി വരാൻ പറ്റൂല. അതുകൊണ്ട് തുടക്കം ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റൂല. അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ചാറ്റ്. നമ്മൾ മനഃപൂർവ്വം ഒരുത്തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യണമല്ല. ഇവൻ എനിക്ക് അറിഞ്ഞു പോലും കൂടെ സാത്താനെ, മനസ്സിലായില്ലേ? സിക്കിന് എനിക്ക് അതിനെക്കാലം അറിയാം, സിക്കിന് എനിക്ക് മുന്നേ അറിയാം അതിനെക്കാലം. പക്ഷേ നിങ്ങൾ ചാറ്റിലൊക്കെ മുന്നേ സിക്കിനെ കാണുന്നില്ലേ? നമ്മൾ മനഃപൂർവ്വം ഒരാളെ ഇതാക്കണമല്ലല്ലേ. റെഡ് ഫോക്സ് വാന്നാ എടാ. എനിവേ സിക്കിക്ക് പൈസ കൊടുക്കാമായിരുന്നു. അയ്യോ, സിക്കിക്ക് ഒരു സെക്കൻഡ് പ്രൈസായിട്ട് ഒരു 2 ലക്ഷത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ലിമിറ്റ് ഉണ്ട് കേട്ടോ. റെഡ് ഫോക്സ് ഒന്ന് വാ. എവിടെ
ഇവിടുത്തെ എന്ത് 100 പേരെന്നെ വിളിച്ചാൽ എവിടെ നീ എവിടെ നെക്സ്റ്റ് റൂമിൽ ലാഗായി എന്നാ റെഡ് ഫോക്സ് ഒന്നും അറിയാം എവിടെ അർജുൻ എവിടെ ഞാൻ ഫിനിഷിംഗ് പോയിന്റ് പോയി നിൽക്കാം റിവീലിംഗ് ഒന്നും ലൊട്ടയൊന്നുമില്ലടാ അർജുൻ എവിടെയാടാ അർജുനൊരു സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു എന്നിട്ട് അവനെ കണ്ടില്ല മനസ്സിലായില്ലേ ബൈ എന്നാ ഇതാരും BMW ഗെയിമിംഗ് വിത്ത് യോഹന ഇവൻ മറ്റേ യൂട്യൂബർ അല്ലേ ബ്രദർ എന്തെല്ലാം വെൽക്കം കേട്ടാ മച്ചാനെ വെൽക്കം കോൺഫിഡൻ്റൽ ബഷാന്ന് രസം ഇവിടെ സാത്തല്ല അവനെ കാണാനില്ലല്ലേ അർജുനെ കാണാനില്ലല്ലേ റെഡ് ഫോക്സ് ബ്രോ ഇനി കാർ റേസ് എന്നാ കാർ റേസ് ചെയ്യുമ്പം നമ്മൾ ഓട്ടം തന്നെ വെച്ചപ്പോൾ കണ്ടല്ലേ ഗൈസ് കാർ റേസ് ചെയ്യുമ്പോൾ പലരും പല കാറൊക്കെ കൊണ്ടുവന്ന് അത് ഇത്തിരി നോക്കണം ഗൈസ് അത് ചെയ്യണോ ഗൈസ് കാർ റേസ് ചെയ്യണമെങ്കിൽ ചെയ്യാടാ പക്ഷേ എല്ലാവരും എങ്കിൽ ഒരു കാറ് കൊണ്ടുവരണം മനസ്സിലായില്ലേ അല്ല വല്ല ഒരുത്തൻ ബസ് കൊണ്ടുവരണം ഒരുത്തൻ ക്യാരവാൻ കൊണ്ടുവരണം ഒരുത്തൻ BMW കൊണ്ടുവരണം ഒരുത്തൻ പോർഷെ കൊണ്ടുവരണം അങ്ങനെയൊക്കെ വന്ന അവസാനം പറയും എന്ത് എൻ്റെ കാറിന് സ്പീഡ് കുറവല്ലേ എൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലൊട്ടയാവും കേട്ടോ ചെയ്യാം നിങ്ങൾ പറയണ പോലെ നമുക്കതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ് എടാ നീ എന്തോലെ കാസ് ഇങ്ങനെ പോയാൽ നീ ജനിച്ചപ്പോഴേ ഇങ്ങനെ നിനക്ക് എന്ത് ഗ്രാഫിക്സിനോട് ഇത്ര മോഹം നീ എന്തിന് കുറഞ്ഞു പോകണം ലൊട്ടെ സീരിയസ് നീ നശിക്കുവാണോ ലൊട്ടെ നീ പോടാ ലൊട്ടെ അവൻ്റെ കുറഞ്ഞു പോക്ക് ലൊട്ടേൻ്റെ കാര്യം 1 ഫോട്ടോ ഒന്ന് എടുത്തു അർജുനൊന്നും കാണാൻ പോലും കിട്ടില്ല ഇത് മറ്റില്ല നമ്മൾ ചന്തയിൽ പോയി നിൽക്കണമല്ലോ ഇപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് M5 റൈസ് എടാ എല്ലാവരും M5 കാണൂലറാ മുത്തി അതാണ് മനസ്സിലായില്ലേ അതാണ് M5 ഒന്നും ചിലപ്പോൾ എല്ലാവരും കാണൂല നമുക്ക് വിചാരിക്കുമ്പോഴേ നടക്കൂല ഫ്രീ കാർ റേസ് വയ്ക്കാന്നാ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ എല്ലാവരും ഉള്ളത് നമുക്ക് ഓക്കെയാണ് ഫ്രീ കാർ റേസ് ഓക്കെ നെക്സ്റ്റ് റൂം ഓക്കെ